ഫൈസൽ ബാബു കോഴിക്കോട് സൗത്തിൻ്റെ ജനപ്രതിനിധിയാണ്. വി കെ കൃഷ്ണമേനോൻ്റെ മണ്ണ്, സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ മണ്ണ്, സിറ്റി ഓഫ് ലവ്, ഈ സ്നേഹനഗരത്തിൽ ഡോക്ടർ എം കെ മുനീർ സാഹിബിൻ്റെ തുടർച്ചയായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ വഴിയെ നടക്കാനാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. സാമൂതിരി രാജാവിന് കുഞ്ഞാലിമരക്കാർ കാവൽ നിന്ന കഥയുണ്ടിവിടെ, തളിക്ഷേത്രമുണ്ടിവിടെ, മിഷ്കാൽ പള്ളിയുണ്ടിവിടെ. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബോറകളും ഗുജറാത്തികളും അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തലത്തിലുള്ള ഇന്ത്യൻ ബഹുസ്വരതയുടെ പാഴ്സി വിഭാഗത്തിൻ്റെ എല്ലാം സാന്നിധ്യമുള്ള മണ്ണാണ് കോഴിക്കോട്. കോഴിക്കോടിനെ പുതിയ കാലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ലൈറ്റ് മെട്രോയുടെ സാധ്യത UDF ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. കോഴിക്കോട് ബീച്ചിനെ നമുക്ക് ഇൻ്റർനാഷണൽ കോർണിഷാക്കി മാറ്റണം. കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തെ മെൻ്റൽ വെൽബീയിങ് സെൻ്ററാക്കാനുള്ള ചുവടുവെപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. അഴിക്കാൻ പറ്റാത്ത ട്രാഫിക് കുരുക്കാണ് കോഴിക്കോട്, നമുക്കതിനെ അഴിച്ചെടുക്കണം. മഴ പെയ്താൽ പുഴയാണ്. കോഴിക്കോട്ടൊരു സമഗ്രമായ ഡ്രൈനേജ് സമീപനമുണ്ടാകണം. ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 20 ഏക്കർ സ്ഥലം നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കണം. കോഴിക്കോടിനെ വേറെ ലെവലാക്കാനുള്ള ഉത്തരവാദിത്തമാണ് നമുക്ക് ചെയ്യാനുള്ളത്. 10,000-ത്തിലധികം ഭൂരിപക്ഷത്തിനാണ് കോഴിക്കോട്ട് ജനത എന്നെ ജയിപ്പിച്ചത്. ഇത് UDF മാത്രമല്ല, സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ആളുകളുമുണ്ട്. കോഴിക്കോടിനെ ലെവൽ നെക്സ്റ്റ് ആക്കാനുള്ള പ്രോജക്റ്റിൽ ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റി, CSR പ്രപ്പോസൽസ് എല്ലാം ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പായി നമുക്കൊന്നിച്ചു നിന്നാൽ കോഴിക്കോടിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. മുഹബത്ത് കി ദുകാൻ, രാഹുൽ ഗാന്ധി പറഞ്ഞ ആശയത്തിൻ്റെ നഗരസ്വരൂപമാണ്, സ്നേഹനഗരമാണ് കോഴിക്കോട്. ഹൽവയുടെ മധുരം പോലെ ഈ നാട്ടിലെ മനുഷ്യർ അത്രമേൽ സ്നേഹിക്കുന്നവരാണ്. കോഴിക്കോട്ടുകാരുടെ നന്മ ഓട്ടോക്കാരിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കോഴിക്കോടിനെ ന്യൂ കാലിക്കറ്റ് ആക്കാനുള്ള ഉദ്യമത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കാം.